ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ വീണ്ടും ഞാൻ ഒരു അൺബോക്സിംഗ് ആയി വന്നിരിക്കുകയാണ് ഗൈസ്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഫ്രീഡം സെയിൽ ഉണ്ടായിരുന്നല്ലോ, ഫ്രീഡം സെയിലിൽ വാങ്ങിച്ച് കൂട്ടിയതാണ്. അതെ, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. സ്കെഡ്യൂൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോഴും ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അയ്യോ, ഞാൻ ഇത് കട്ട് ചെയ്യാൻ ഉള്ള കത്തി ഓർ കത്രിക ഓർ പണിയായുധങ്ങളൊന്നും എടുത്തില്ല. ഓക്കെ, അതെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ സ്കെഡ്യൂൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ ഫ്രീഡം സെയിലിൽ ഞാൻ വീട്ടിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കത്തി എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ കത്തി എടുത്തിട്ട് വന്നു. ഇവിടെ കത്രിക്കൊന്നുമില്ല, ചെറിയൊരു സിസേഴ്സ് ഉണ്ട്, അത് എവിടെയെന്ന് അറിയില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് പെഡിക്യൂർ കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ കൊറിയറൊക്കെ ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നത് തുറന്നു നോക്കുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെറുതെന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അയ്യോ, ഒരു കവർ മിസ്സാണ്, ഞാൻ അതും കൂടി എടുത്തിട്ട് വരാം. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും തിരുമ്പി എന്താ വെച്ചാൽ എങ്ങനെയാണ് എൻ്റെ ഇതൊരു ഡ്രസ്സ് കുലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് കൊളാബറേഷൻ അയച്ചതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ഡ്രസ്സാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡ്രസ്സസാണ്. ഐ മീൻ സാരി, കുർത്തി അങ്ങനെയുള്ളതല്ലേ, അല്ലെങ്കിൽ ഡ്രസ്സസ്. പണ്ട് എനിക്ക് ജീൻസിൻ്റെ ഒപ്പമായിരുന്നു, പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നല്ലതാണോ സ്ലീവൊക്കെ, നല്ല ബട്ടർഫ്ലൈ സ്ലീവോ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഞാനിതാണ് എടുക്കാൻ മറന്നുപോയി. അൺബോക്സിങ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണ്? ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബണ്ണൊക്കെ കെട്ടില്ലേ, ഇങ്ങനെ ബാക്കിലൊക്കെ മുടി കെട്ടി വെക്കുമ്പോൾ ചതിച്ചു ഗൈസ്. ആക്ച്വലി ഇത് ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ 499 rupees എന്നാണ് കാണിക്കുന്നത്. ഒരു നമ്മൾ മെസ്സി ബണ്ണൊക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അയ്യോ കുഴപ്പമില്ല, അതെ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതെങ്ങനെ കിട്ടും ദൈവമേ. ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ മുല്ലപ്പൊക്കെ അങ്ങനെ വട്ടത്തിൽ വയ്ക്കാറോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ യന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊരു പിടുത്തമില്ലല്ലോ. അങ്ങനെയല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാനിത് 300. ഓക്കെ, ഇത് ഇങ്ങനെയുണ്ട് സാധനം. ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ ഹെയർ പോലെ തന്നെ ഉണ്ട്, ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് വെച്ചെങ്കിൽ ഹെയർ ഇല്ലാത്ത ആൾക്കാർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ മെസ്സി ബണ്ണൊക്കെ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളി സാധനമാണ്. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വയ്ക്കാം. എൻ്റെ ഹെയറായിട്ട് സെറ്റായി പോകും. ഞാനൊരു ബ്രൗൺ കളറാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഹ്യൂമൺ ഇന്ത്യൻ ഹെയർ കളറിൻ്റെ പറ്റിയിട്ടുള്ളൊരു ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ബ്ലാക്കൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ബ്ലാക്ക് ആയിട്ട് വരും. എൻ്റെ അമ്മ എൻ്റെ പുറത്തെന്തോ കടിച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കുഴപ്പമില്ല കേട്ടോ, സക്സസ്. ആൻഡ് നമുക്ക് വലുപ്പം അനുസരിച്ചായ കാരണം ഇതായിരുന്നു ഫസ്റ്റ് ഓപ്പൺ ആക്കേണ്ടത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ജസ്റ്റ് 75 rupees 79 rupees ഒക്കെ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇതൊരു മെഷറിങ് ടേപ്പാണ്, അളവെടുക്കുന്ന ടേപ്പ്. ചോക്ലേറ്റ് ക്യാൻഡി ഒക്കെ ഉണ്ട്. ഈ സാധനമാണ്. ഓക്കെ ഗൈസ്, ഇത് ഇത്തിരി ഉള്ളൂ, നിങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് എത്രയാണെന്നൊക്കെ, ബസ്റ്റ് എത്രയാണ്, ഹിപ്പ് എത്രയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാണ്. ഓക്കെ, അത് ജസ്റ്റ് ചെറിയൊരു സാധനം. പിന്നെന്താ, ഓക്കെ, പ്രാവശ്യം സത്യം പറഞ്ഞാൽ കുറവാണ്. വീട്ടിലോട്ട് പകുതി ഇവിടേക്ക് പകുതി ആയ കാരണം എനിക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്ത്യൻ പോസ്റ്റിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ്. എന്താ സംഭവം നോക്കാം. ആരയച്ചതാ? അഞ്ജന ബിനു. കൃഷ്ണേന്ദു തന്നെയാണല്ലോ, മാറിപ്പോയിട്ടില്ലല്ലോ. ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതെന്താണെന്ന്. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ഒരു ഐഡിയ ഇല്ല. കേസോ, മൊബൈൽ കേസോ? ഇതാരാഴ്ച?
ഓർഡർ ചെയ്തായിരുന്നോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് എന്തിൻ്റെ കേസാ? കേസല്ലേ കിളിങ്ങനെ. സോറി ഗൈസ്. ഓ ആക്ച്വലി ഇത് ഈ ഒരു കേസിലിട്ട് അയച്ചെന്നേ ഉള്ളൂ. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർണമെന്റ്സ് ആണ്. ഐ മീൻ മാല, കമ്മല്. തെറ്റി അടിച്ചു പോയി. ഞാനും വിചാരിച്ചു കിളിങ്ങുന്ന കേസ് എന്താ. ഓൾറെഡി അഞ്ജന ബിനു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അയച്ചത്. പേജിന്റെ നെയിം എനിക്ക് ഓർമ്മയില്ല. ദൈവമിനി ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ട് ആരാ അത് അയച്ചത്? ഓണൊക്കെയാണല്ലോ. ഓക്കെ, കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളത് കിട്ടാറുള്ളത് കുറവാണ്. കൊള്ളാം. പിന്നെന്താ, ഞാനും വിചാരിച്ചു മൊബൈൽ കേസൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്നത് എന്താണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് വേറെ ഒന്നുമല്ല. ഇതൊരു 400 രൂപയ്ക്കോ 450 രൂപയ്ക്കോ ഞാനൊരു 100 ആമസോണിൽ നിന്ന് ഇത് വാങ്ങിച്ചതാണ്. എന്താ പറയുക, കൊറിയർ കവർ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചതാണ്. അത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. കാരണം അത് കുറച്ച് ത്രിഫ്റ്റിൻ്റെ സ്റ്റോർ ഞാൻ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് അങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതതിൻ്റെ കവറാണേ. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. അത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആമസോണിൽ നിന്നാണ്. നോക്കാം. വലിയ വലിയ സാധനങ്ങൾ ഞാൻ അവസാനമാണ് ഗൈസ്. ഓക്കെ, ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് ആണ്. ഇത് ഫ്രീഡം സെയിലിൽ ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിലും സെയിൽ ഇന്നോവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ശരിക്കും ഇത് ഓർഡർ ചെയ്യാൻ കിട്ടുന്നത്. അതിന് കെമിസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റോ സംഭവമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ആമസോണിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു. ഇത് ബോഡി ആക്നേസിനൊക്കെ നല്ലതാണ്. ബിക്കോസ് ഞാൻ വാക്സ് ചെയ്യാറില്ല. കാരണം ഞാനൊരു ഹെയറി ടൈപ്പ് അല്ല. അപ്പോൾ ഞാൻ വാക്സ് ചെയ്യാറില്ല. അപ്പോൾ ഈ അടുത്ത് ഞാൻ പോയിട്ട് വാക്സ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഇവിടെയൊക്കെ കൈയിൻ്റെ മുകളിലൊക്കെ, എനിക്ക് കാലിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ ആക്നേസ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഇങ്ങനെ വന്നു. അപ്പോൾ അതിന് ഇത് നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു സാൻഫിയുടെ ഒരു ബോഡി ലോഷൻ സംഭവങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വീട്ടിലേക്കേ വരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കാണോ വരാമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതാണ്. പക്ഷേ ഇത് നല്ല, കുറേ പേര് നല്ല പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നല്ല പ്രൊഡക്റ്റാണെന്ന് പറയുന്നുണ്ട്. വേറെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സാലിസിലിക് ആസിഡിനെയാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ പിമ്പിൾസ്, ആക്നേസും ഒക്കെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാലിസിലിക് ആസിഡ് ബെസ്റ്റാണ് കേട്ടോ ഓപ്ഷൻ. ഞാൻ എൻ്റെ എന്ന് പറയുന്നത് സൂക്ഷിച്ച് നോക്കിക്കേ. ഞാൻ ഇപ്പോൾ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും ഇട്ടിട്ടില്ല ഫേസിൽ. ഓയിലായിട്ടിരിക്കാൻ നോക്കിയേ ഉണ്ടോ. പക്ഷേ ഇങ്ങനെ കാണാനും ഇങ്ങനെ പിടിക്കാനൊക്കെ രസമാണ്. പക്ഷേ നമുക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഓയിലി സ്കിന്നാണ്, ആക്നെ-പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അവർക്ക് ബോഡി വാഷിലായിക്കോട്ടെ, ലോഷനിലായിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, എല്ലാത്തിലും സാലിസിലിക്കിൻ്റെ കണ്ടന്റ് ഉള്ളത് അടിപൊളിയായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഇത് വെച്ച് കഷ്ടപ്പെടുന്ന ഒരാളാണ്. ദൈവമേ, ഇത് ഞാൻ എങ്ങനെ തുറക്കും. ഇത് പ്ലമ്മിന്ന് വാങ്ങിച്ചാണ്. പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. സ്മിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്ന് മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ തുറക്കട്ടെ. അപ്പോൾ പ്ലമ്മിൻ്റെ ടോണുകളൊക്കെ ഇതും ഞാൻ ഓഫറിൽ തന്നെ വാങ്ങിച്ചതാണ്. ഓഫറിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓഫറൊന്നുമില്ല, കുറച്ചൊരു 3 രൂപ കുറവ്, 4 രൂപ കുറവ് അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചത്. അതായത് പ്ലമ്മിൻ്റെ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് വാങ്ങിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ടോണർ. പ്ലമ്മിൻ്റെ നിയാസിനാമൈഡ് 3% നിയാസിനാമൈഡ് റൈസ് വാട്ടർ ടോണറാണ്. ടൈറ്റൻസ് പോസ് ബ്രൈറ്റൻ സ്കിൻ ഓട്ട് എക്സ്ട്രാക്റ്റ് ആണ്. അതെ, ഇതിന് നല്ല റിവ്യൂ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ടോണർ ബയോട്ടിക്കിൻ്റെ ടോണറൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ തന്നെ വേറൊരു ചെറിയ ടോണർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു നല്ല അടിപൊളി സാധനമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ മെയിൻ പ്രൊഡക്റ്റ് എല്ലാം ആക്നെ ബേസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും പിന്നെ സാലിസിലിക്കിൻ്റെ ടോണർ ഞാൻ നോക്കിയപ്പോൾ വലിയ രീതിക്ക് കിട്ടിയില്ല. ഇത് പിന്നെ ഒരു 399 റുപ്പീസാണ് കേട്ടോ. വേണം ഞാൻ തോന്നുന്നത് 99 റുപ്പീസിനാണ് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത്. പീച്ച് ഔട്ട് 121 ആണ്. നല്ലൊരു ബ്ലഷാണ് കേട്ടോ. എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എൻ്റെ ബ്ലഷ് തീർന്നു പോയി. പിന്നെ കുറേ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം സെയിം ആ തോന്നുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് ഇത് 2 ലിപ് ഗ്ലോസ് ആണ്. എനിക്ക് തോന്നുന്നത് 199 അങ്ങ് വാങ്ങിച്ചതാണ്. ഇതും 199 അങ്ങ് വാങ്ങിച്ചതാണ് തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ എക്സാക്ട് പ്രൈസ് 399 അത്രയല്ല, 525 ആണ്. സോറി. ഇത് ഷെയ്ഡ് വരുന്നത് വാട്ടർമെലൺ കളേഴ്സും ബെറി ഓവർലോഡാണ് വരുന്നത്. ഈ 2 ഷെയ്ഡ് ലിപ് ഗ്ലോസ് ആണ്. എനിക്കിങ്ങനെ ലിപ്സ് ഇങ്ങനെ ഗ്ലോസ് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത്
ഇതിൻ്റെയൊക്കെ ഞാൻ സ്വാച്ച് പിന്നെ ഞാൻ വേറെ വീഡിയോയിലോ ഷോർട്സിലോ ആയിട്ട് ചെയ്യാം, കാരണം എനിക്ക് വയ്യ, മടിയാ. ഇതെന്താ, ഇതൊരു ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ഇൻ ഹെവൻ ലിക്വിഡ്, കട്ടായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ വേറെ സ്വാച്ച് ചെയ്യാം. ഇത് മാറ്റ് ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് വരുന്നത് ട്വിസ്റ്റ് ആൻഡ് ഗോ മാറ്റ്, രണ്ടും ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇല്ല, പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടില്ല. ഓ വീണ്ടും പറ്റിപ്പോ. ഓക്കെ, പിന്നെ വരുന്നത് ട്വിസ്റ്റ് ആൻഡ് ഗോ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചോ, മാറ്റ് ലിപ്സ്റ്റിക്. എനിക്ക് തോന്നുന്നത് ഷെയ്ഡ് വ്യത്യാസം കിട്ടുക. ഇത് പിങ്ക് ടോണും ഇത് റോസി വണ്ണാണ്. നല്ല ഷെയ്ഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വേറെ കാണിക്കാം. ഇതൊക്കെ ഞാൻ മിനി ആയിട്ട് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പ്ലം ഡീപ്പ് നറിഷിങ് ഫേസ് വാഷാണ്, 15 മില്ലി. ഇത് നിയാസിനാമൈഡ് ക്ലിയർ മോയ്സ്ചറൈസർ ജെൽ ക്രീമാണ്. ഇത് ഓട്ട് അലാറ്റിയാണോ, ഇതെന്താണ്, 1% ഓട്ട് ആൻഡ് അലാന്റിയ ഓൾ ഡേ നറിഷിങ് ക്രീം. ഓക്കെ, ഇതൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ഈ വലിയ ബ്യൂട്ടി വ്ളോഗർ ഒന്നുമല്ല ഗൈസ്, ഇതൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. പക്ഷെ അതിൽ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്, റൈസ് വാട്ടർ ആൻഡ് നിയാസിനാമൈഡ്. കാരണം ഇതിൻ്റെ അതേ ടൈപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ജെൽ ക്രീമാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ആൻഡ് നമ്മുടെ സ്വന്തം നൈക്കന്ന് പണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ നൈക്കയേക്കാളും കൂടുതൽ ഓഫർ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ സൈറ്റിലോട്ടൊക്കെ ചാടിപ്പോയി. ഓക്കെ, ഓക്കെ, എന്താ ബാക്കിയൊക്കെ ഒന്നുമില്ലേ? ഉണ്ട് കേട്ടോ. നൈക്കിയുടെയൊക്കെ ബില്ല് ഇങ്ങനെ വലിയ രീതിക്ക് വരും. നൈക്കിയുടെ പാക്കിംഗ് ഒക്കെ നൈസാണ് കേട്ടോ. ഒരു മാക്സിമം പേപ്പർ, അയ്യോ അതിൻ്റെ മൂടി പോയി. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലെയ വാട്ടർ ഗേൾ വാനില ടെസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ബോഡി മിസ്റ്റാണ്. ഓക്കെ, വരുന്നില്ല ഗൈസ്. ഇത് നല്ല ന്യൂഡ് സ്മെല്ലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ആൾക്കാരാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. 3 ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓഫറൊന്നുമല്ല, പക്ഷേ ഞാൻ 3 വാങ്ങിച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വാങ്ങിയത്, ഇതിലൊന്നും അത്ര വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് വിറ്റാമിൻ B3 ഫേസ് വാഷാണ്. ഞാൻ കോസൈക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഫസ്റ്റ് ടൈമാണ്. നിയാസിനാമൈഡിൻ്റെ ആണ്. ആക്നെ പ്രോണിനും ഓയിലി സ്കിന്നൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ, ഇതിലൊന്നും വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ലിപ് ബാമാണ്. ഒരു SPF ഉള്ളതാണ്. എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് മുകളിലത്തെ ലിപ്പിൽ കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നല്ലതാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കും ആണെങ്കിലും ചുണ്ട് കറുത്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും കുറച്ച് SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടിൻറ്റഡ് തന്നെയാണ് കേട്ടോ, അല്ലേ? സ്ട്രോബെറി ടിൻറ്റഡ് ആണെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. പ്രൊട്ടക്ട് പ്ലംസ് ഹീൽസ്. ഡോട്ട് ആൻഡ് കീടെയാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പറയാം. ഇത് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതുകൊണ്ട് മിനിമലിസ്റ്റിൻ്റെ SPF 50 സൺസ്ക്രീൻ 2-3 ഓപ്ഷൻ ആണ്. അപ്പോൾ ഞാനത് എന്തായാലും വാങ്ങിച്ചു. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഉണ്ടോ ഇല്ലയെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇത് കിട്ടിയപ്പോൾ നമ്മൾ. ആൻഡ് ഇതെന്താ, സ്പോട്ട് പാച്ച്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ എനിക്കറിയില്ല കേട്ടോ, ഓർമ്മയില്ല. പിമ്പിളൊക്കെ വരുമ്പോണ്ടല്ലോ പാച്ചാണത്. ആൻഡ് നമ്മുടെ സ്വന്തം മീഷോ സെറ്റപ്പ്. മീഷോന്ന് ഞാൻ ഒരു 6-7 ലെഗിൻസ് ഓർഡർ ചെയ്തതാണ്. അധികം വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, 600-700 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് ഞാൻ ഒരെണ്ണം ഓപ്പൺ ആക്കി കാണിക്കാം. റെഡ് ഉണ്ട്, ഇതൊരു പേസ്റ്റൽ പിസ്ത ഒരു ടൈപ്പ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് പിങ്ക്. ഓക്കെ, നമുക്കിതിൽ ഏത് ഫസ്റ്റ് പൊട്ടിക്കാം? പിങ്ക് പൊട്ടിച്ച് നോക്കാമല്ലേ? പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ വരും. ഇതൊരു ജെഗിൻസ് ടൈപ്പാണേ. ഓക്കെ, ആങ്കിൾ ലെങ്ത് ആണ് വരുന്ന ജെഗിൻസ്. ഓക്കെ, കുഴപ്പമില്ല. ഉണ്ടോ, നമുക്ക് കാണുന്നുണ്ടോ? ഈ ഒരു എമൗണ്ടിന് ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ.
കുഴപ്പമില്ല. ഒരു ഈ 1, 2, 3, 4, 5 എണ്ണത്തിന് 700 രൂപയോ 600 രൂപ എത്രയാണോ, പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഗുഡ്. ഓക്കെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോന്ന് അറിയില്ല. പിന്നെ ആ ലെഗിൻസിൻ്റെ ഒരു മെറ്റീരിയൽ ടൈപ്പ് അല്ല, ഒരു ബനിയൻ സ്റ്റഫ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, എനിക്ക് ആക്ച്വലി ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? വേറെ ഒന്നുമല്ല, ഇതൊരു ട്രൈപോഡാണ്. ട്രൈപോഡ് ആക്ച്വലി എൻ്റെ വീട്ടിലുണ്ട്. അത് 16,000 രൂപയുടെ ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ് ഉള്ളൊരു സംഭവമാണ്. അത് റിംഗ് ലൈറ്റിൻ്റെ അവിടെ റിംഗ് ലൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ട്രൈപോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പൊട്ടി. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ, ഞങ്ങൾ മാമലക്കണ്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോയ ടൈമിൽ ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണ്ടേ, ഞങ്ങൾ ട്രൈപോഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ അത് ഒരു കുഞ്ഞ് ട്രൈപോഡാണ്, ഭയങ്കരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഒക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ വേറൊരാളെ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരാൾ വീഡിയോ എടുക്കേണ്ടി വരിക, ഫോട്ടോ എടുക്കേണ്ടി വരിക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എത്രത്തോളം വലുതാവുമെന്ന് എനിക്കറിയില്ല. വേറൊന്നുമില്ല, എത്രത്തോളം ഇതാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയോ? ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വെക്കാം. പക്ഷേ ഈ ഹോൾ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ സൈഡിൽ നിന്ന് വല്ലതും വയ്ക്കാനാണോ? പുരിയല്ലേ ഗൈസ്? ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഒരു 500 റുപ്പീസ് എത്രയോ വരുന്നുള്ളൂ ഈ സാധനത്തിന്. അപ്പോൾ ഇത് ഈസി ടു ക്യാരി ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങൾ കുറേ അന്ന് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളവരാണ് ഇവിടേക്കുള്ളത്. ഓക്കെ, ഇതും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് ഗൈസ് എൻ്റെ അൺബോക്സിങ്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം.